2012 ഡിസംബർ 12 കണ്ണൂരിനെ ഞെട്ടിച്ച ദുരഭിമാന കൊല ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാകും. കണ്ണൂർ ഉളിയിൽ സ്വദേശിനി ഖദീജയെ കൊലപ്പെടുത്തുകയും രണ്ടാം ഭർത്താവിനെ വധിക്കാൻ ശ്രമിക്കുകയും ചെയ്ത കേസ്. ഖദീജയുടെ സഹോദരങ്ങളടങ്ങിയ SDPI പ്രവർത്തകരാണ് ആസൂത്രിതമായി കൃത്യം നടപ്പാക്കിയത്. കേസിൽ 13 വർഷത്തിന് ശേഷം 2 പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ഖദീജയുടെ സഹോദരന്മാരായ ഇസ്മയിൽ, ഫിറോസ് എന്നിവർക്കുള്ള ശിക്ഷ പിന്നീട് വിധിക്കും. കേസിലെ മറ്റു പ്രതികളെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിട്ടു. ആദ്യ വിവാഹം ഒഴിവാക്കി രണ്ടാമത് വിവാഹം കഴിക്കുന്നതിലുള്ള വിരോധം കാരണം 2 സഹോദരന്മാരും മറ്റു 4 പേരും ചേർന്ന് സഹോദരിയെ കൊല്ലുകയും രണ്ടാം ഭർത്താവിനെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്തുവെന്നാണ് കേസ്. 2012 ഡിസംബർ 12 ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കേസിനാസ്പദമായ സംഭവം. ഉളിയിൽ പടിക്കച്ചാലിലെ 28-കാരിയായ ഖദീജയാണ് കൊല്ലപ്പെട്ടത്. ഖദീജയുടെ രണ്ടാം ഭർത്താവ് കോഴിക്കോട് ഫറൂഖിലെ ഷാഹുൽ ഹമീദിനെ കൊല്ലാനും പ്രതികൾ ശ്രമിച്ചു. കേസിൽ ഖദീജയുടെ സഹോദരന്മാരും SDPI പ്രവർത്തകരുമായ ഉളിയിൽ പുതിയപുരയിൽ KV ഇസ്മയിൽ, KN ഫിറോസ് എന്നിവരെയാണ് തലശ്ശേരി 1ാം അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. മറ്റു പ്രതികളായ അബ്ദുൾ റൌഫ് വൈക്കോടൻ, PP നിസാർ, EM അബ്ദുൾ റൌഫ്, UK അബ്ദുൾ നിസാർ എന്നിവരെ വെറുതെ വിട്ടു. ആദ്യ ബന്ധത്തിൽ ഖദീജയ്ക്ക് 2 പെൺമക്കളുണ്ട്. ഇതിനിടയിലാണ് ഷാഹുൽ ഹമീദുമായി യുവതി സ്നേഹത്തിലായത്. ഈ ബന്ധം ഒഴിവാക്കാനായി പറഞ്ഞെങ്കിലും പിന്മാറാത്തതിന്റെ വിരോധമാണ് കൊലയ്ക്ക് കാരണമായി പ്രോസിക്യൂഷൻ ആരോപിച്ചത്. രണ്ടാം വിവാഹത്തിന് സമ്മതമാണെന്ന വ്യാജേന ആദ്യ വിവാഹം തലാഖ് നടത്തി ഖദീജയെയും ഷാഹുൽ ഹമീദിനെയും നാട്ടിലെത്തിച്ച ശേഷമാണ് കൊലയും കൊലപാതക ശ്രമവും നടന്നത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ജില്ലാ ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് K രൂപേഷും പ്രതികൾക്ക് വേണ്ടി അഡ്വക്കേറ്റ് PC നൌഷാദുമാണ് ഹാജരായത്. പ്രതികൾക്കുള്ള ശിക്ഷ കോടതി 10-ന് പ്രഖ്യാപിക്കും. ന്യൂസ് 18 കണ്ണൂർ.